കുബൂസ് ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് നോക്കാം. ഇതിനാവശ്യമായത് ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റ് ഒരു ബൗളിലെടുത്ത് അതിലേക്കൊരു 2 വലിയ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് അതൊന്ന് മിക്സ് ചെയ്യണം. അതിലേക്ക് ഒരു 1/2 കപ്പോളം ഇളം ചൂടുവെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് പഞ്ചസാര ഒന്ന് അലിക്കുന്നത് പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. ഒരു 10 മിനിറ്റ് നേരത്തോളം കഴിയുമ്പോൾ ഈ ഈസ്റ്റ് നന്നായി പുളിച്ചു വരും. ഇതുപോലെ പതഞ്ഞു വരും. നമുക്ക് ഒരു പാത്രത്തിലേക്ക് 1/2 കിലോ ഗോതമ്പ് പൊടി എടുക്കാം. തരിയില്ലാത്ത ഗോതമ്പ് പൊടിയാണ് നല്ലത്. ആട്ടയോ മൈദയോ യൂസ് ചെയ്യാവുന്നതാണ്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് ആ ഉപ്പ് എല്ലായിടത്തും ഒരുപോലെ വരുന്നത് പോലെ ഒന്ന് പൊടി ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് ഈസ്റ്റിൻ്റെ വെള്ളം ഒഴിച്ച് അതും ഈ മാവിലേക്ക് നന്നായി എല്ലായിടവും ഒരുപോലെ മിക്സ് ആവുന്നത് പോലെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് ചെറിയ ചൂടോടുകൂടി പാല് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം. ആ മാവ് നന്നായി അതിൻ്റെ ആവശ്യത്തിന് ഉരുണ്ട് വരുന്നത് വരെ നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം. കൂടിപ്പോകരുത്. ഒത്തിരി കട്ടിയായിട്ട് വേണ്ട, ഒരല്പം വെള്ളം മയം ഇരുന്നോട്ടെ. ഇതുപോലെ കുഴച്ച് നമുക്കിത് മാറ്റി വയ്ക്കാം. 1 മണിക്കൂറോളം മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരല്പം എണ്ണ തടവാം. നമുക്ക് കയ്യിലൊന്ന് എണ്ണ തൂത്ത് ഇതിൻ്റെ മുകളിലെല്ലാം ഒന്ന് പിടിപ്പിച്ചാൽ മതി. അത് മാവ് ഉണങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ എണ്ണ തേക്കുന്നത്. പിന്നീട് ആ പാത്രം ഒരു തുണി നനച്ചിട്ട് മൂടി വയ്ക്കാം. ഇങ്ങനെ 1 മണിക്കൂറോളം, മിനിമം 1 മണിക്കൂറെങ്കിലും മൂടി വയ്ക്കണം. 1 മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ആ മാവ് ഡബിളായി കാണും. ഇപ്പോൾ വീർത്ത് ഇരട്ടിയായി കാണും. ഇതിനെ വീണ്ടും ഒന്നും കൂടെ കുഴച്ച് ഒന്നുകൂടെ എല്ലാം നന്നായി കുഴച്ചെടുക്കാം. നന്നായി കുഴച്ചിട്ട് ഇതിനെ നമ്മൾ ഒരേപോലെയുള്ള ഉരുളകളാക്കി മാറ്റിയെടുക്കാം.
ഇതിനെ നന്നായി ഒന്ന് ഉരുട്ടിയെടുക്കാം. കുഴിയൊന്നും ഇല്ലാതെ ഉരുട്ടി വെക്കണം. എന്നാലേ ഉള്ളൂ പരത്തുമ്പോൾ നല്ല ഷേപ്പിൽ കിട്ടുകയുള്ളൂ. ഒരൽപ്പം ഗോതമ്പ് പൊടി ചപ്പാത്തിപ്പലകയിൽ തൂകിയിട്ട് നമുക്ക് ഈ ഉരുള പരത്തിയെടുക്കാം. ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ ഒത്തിരി കനം കുറഞ്ഞ് പരത്തേണ്ട ആവശ്യമില്ല. ഒരൽപ്പം കട്ടിയിൽ തന്നെ ഇരുന്നോട്ടെ. നമുക്കതിനുള്ളിലൊരു തവ ചൂടാക്കി വെക്കാം. ഇതിങ്ങനെ പരത്തി നമുക്കൊരു മുറത്തിൽ അടുക്കി വെച്ചിട്ട് അവസാനം ചൂടാക്കി എടുത്താലും മതി. അല്ലെങ്കിൽ അപ്പോഴപ്പോൾ തന്നെ നമുക്കിത് ചുട്ടെടുക്കാവുന്നതാണ്. അതേ പറ്റിപ്പിടിച്ചിരിക്കുന്ന പൊടിയെല്ലാം ഒന്ന് തട്ടിക്കളഞ്ഞിട്ട് തവയിലേക്കിടാം. പതുക്കെ ഒരു സൈഡ് പൊള്ളാൻ തുടങ്ങുമ്പോൾ മറിച്ചിട്ടിട്ട് ഇതുപോലെ പൊങ്ങി വരും. നന്നായിട്ടത് പൊങ്ങി വരണം. രണ്ട് സൈഡും ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. നമ്മുടെ കുബൂസ് റെഡി ആയിരിക്കുകയാണ്. Thank you for watching.